ഇനി നമുക്ക് ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ നോക്കാമേ. കറക്റ്റ് ദ ഫോളോവിങ് സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. രമേഷ് saw a eagle in the zoo. ഓക്കെ, രമേഷ് saw a eagle in the zoo. രമേഷ് മൃഗശാലയിൽ ഒരു കഴുകനെ കണ്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ശരിയാണോ? രമേഷ് saw a eagle in the zoo എന്ന് വരത്തില്ല. ആൻസർ എന്ന് പറയുന്നത് ആൻ ആണ് വരുന്നത്. എങ്ങനെ ആൻ വന്നു? വളരെ എളുപ്പമാണ് കേട്ടോ. ഇംഗ്ലീഷിൽ കൺസോണന്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ എ എന്ന ആർട്ടിക്കിളും വോവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ആൻ എന്ന ആർട്ടിക്കിളും ഉപയോഗിക്കുക. ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഈഗിൾ അല്ലേ, ഈഗിൾ എന്ന വാക്കിൻ്റെ മുൻപിൽ ഇവിടെ എ ആണ് കൊടുത്തേക്കുന്നത്. എ എന്ന ആർട്ടിക്കിളാണ് നൽകിയേക്കുന്നത്. പക്ഷേ ഈഗിൾ എന്നൊരു വാക്ക് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഇ എന്ന് പറയുന്ന വോവൽ ലെറ്റർ ആണല്ലേ. ഈഗിൾ എന്ന വാക്ക് വോവൽ ലെറ്ററായ ഇയിലാണ് ആരംഭിക്കുന്നത്. അപ്പം വോവൽ ലെറ്ററിൽ ആരംഭിക്കുന്ന വാക്കായതുകൊണ്ട് ആ വാക്കിന് മുൻപിൽ ചേർക്കേണ്ടത് ഏതാണ്? ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത്? രമേഷ് saw an eagle in the zoo എന്നാണ് വരുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ, ആൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ.